ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ആവർത്തന പുസ്തകം എന്ന വിഷയത്തിൻ്റെ 13-ാമത്തെ സെക്ഷൻ പ്രവേശിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലെ സ്നേഹങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ സെക്ഷനിൽ 31-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം ധ്യാനിപ്പാൻ ഇടയായി തീർന്നു. നാം ഈ സെക്ഷനിൽ 32-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ ചെന്ന് തുടരുകയാണ്. 32-ാം അധ്യായം മോശയുടെ ഗീതമാണ്. കർത്താവ് അവരെ പറഞ്ഞ് പഠിപ്പിച്ചതായ കാര്യങ്ങളെ അവനവർക്ക് മനഃപ്പാഠമാക്കണമെന്നായിട്ട് ചൊല്ലുന്ന ഗീതമാണ്. ആകാശമേ ചെവിതരിക, ഞാൻ സംസാരിക്കും, ഭൂമി എൻ്റെ വായ്വാക്കുകളെ കേൾക്കട്ടെ. മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, എൻ്റെ വചനം മഞ്ഞുപോലെയും ഇളമ്പുല്ലുമേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. യഹോവയുടെ നാമം ഘോഷിക്കും, നമ്മുടെ ദൈവത്തിനെ മഹത്വം കൊടുപ്പീൻ. അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം. അവൻ വിശ്വസ്തയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നീരുമുള്ളവൻ തന്നെ. അവർ അവനോട് വഷളത്വം കാണിച്ചു, അവർ അവൻ്റെ മക്കളല്ല, സ്വയകളങ്കമത്രേ. വക്രതയും കോട്ടമുള്ള തലമുറ, ഭോഷത്വവും അജ്ഞാനവുമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? അവനല്ലോ നിൻ്റെ പിതാവ്, നിൻ്റെ ഉടയവൻ, അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക, മുൻ തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക. നിന്റെ പിതാവിനോട് ചോദിക്കുക, അവൻ അറിയിച്ചു തരും. വൃദ്ധന്മാരോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. മഹോന്നതൻ ജാതികൾക്ക് അവകാശം ഭാവിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർതിരിക്കുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവുമാകുന്നു. താൻ അവരെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴിയുന്നതിൻ്റെ കൂടെ എനിക്ക് കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ തൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിൽ എന്നെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി, നിലത്തെ അനുഭവങ്ങൾ അവൻ ഉപജീവിച്ചു. അവനെ പാറിൽ നിന്ന് തേനും തീക്കളിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. പശുക്കളുടെ വെണ്ണയെയും ആടുകളുടെ പാലിനെയും ആട്ടിൻകുട്ടിയുടെ മെതസിനെയും ബാശാനിലെ ആട്ടുകൊറ്റന്മാരെയും കൊലാടുകളെയും കോതമ്പിൻ കാമ്പിനെയും അവന് കൊടുത്തു. നിദ്രാക്ഷാരസമായി വീഞ്ഞു കുടിച്ചു. യശൂരിനോ പുഷ്ടി വെച്ച് ഉതച്ചു. നീ പുഷ്ടി വെച്ച് കനത്ത് തടിച്ചിരിക്കുന്നു. അവനുണ്ടാക്കിയ ദൈവത്തെ അവൻ ത്യജിച്ചു, രക്ഷയുടെ പാറയെ നിരസിച്ചു. അവൻ അന്യ ദൈവങ്ങളാൽ അവനെ ക്രുദ്ധിച്ചു, മ്ലേച്ഛതകളാൽ അവനെ കോപിപ്പിച്ചു. അവർ ദുർഭൂതങ്ങൾക്ക് ദൈവമല്ലാത്തവയ്ക്ക് തങ്ങളറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു. അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല. അവ നൂതനമായി ഉത്ഭവിച്ച നവീനമൂർത്തികളത്രേ. എന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ചു, ഉൽപ്പാദിപ്പിച്ച ദൈവത്തെ മറന്നു കളഞ്ഞു. യഹോവ കണ്ടവരെ തള്ളിക്കളഞ്ഞു. തൻ്റെ പുത്രിപുത്രന്മാരുള്ള നിരസത്താൽ തന്നെ നല്ല ചെയ്തത്. ഞാൻ എൻ്റെ മുഖം അവർക്ക് മറയ്ക്കും, അവരുടെ അന്തം എന്ത് എന്ന് ഞാൻ നോക്കും. അവർ വക്രതയുള്ള തലമുറ, നീരില്ലാത്ത മക്കൾ, ദൈവമില്ലാത്തതിനെ കൊണ്ട് എനിക്ക് എരിവ് വരുത്തി. മിഥ്യാമൂർത്തികളാൽ ഞാൻ മുഷിപ്പിച്ചു. ഞാനും ജനമില്ലാത്തതിനെ കൊണ്ട് അവർക്ക് എതിര് വരുത്തും. മൂഢജാതിയെ കൊണ്ട് അവരെ മുഷിപ്പിക്കും. എൻ്റെ കോപത്തെ അളന്നി തീ ജ്വലിച്ചു, പാതാളത്തിൻ്റെ ആഴത്തോളം കത്തും. ഭൂമിയെയും അതിൻ്റെ അനുഭവത്തെയും ദഹിപ്പിച്ചു. പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരിച്ചു കളയും. എൻ്റെ അനർത്ഥങ്ങൾ അവരുടെ മേൽ കുന്നിക്കും. എൻ്റെ അസ്ത്രങ്ങൾ അവരുടെ നേരെ ചെലവിടും. അവർ വിശപ്പുണ്ട് ക്ഷയിക്കും. ഉഷ്ണരോഗത്തിനും വിഷവ്യാധിക്കും ഇരയാകും. മൃഗങ്ങളുടെ പല്ലും പന്നകങ്ങളുടെ വിഷവും ഞാൻ അവരുടെ ഇടയിൽ അയക്കും. വീതികളിൽ വാളും അറകളിൽ ഭീതിയും. യുവാവിനെയും യുവതിയെയും ശിശുവിനെയും നരച്ചവനെയും സംഹരിക്കും. ഞങ്ങൾക്കായി ജയം കൊണ്ട് യഹോവയല്ല ഇതൊക്കെയും ചെയ്തതെന്ന് അവരുടെ വൈരികൾ തെറ്റായി വിചാരിക്കുകയും ശത്രു എനിക്ക് ക്രോധം വരുത്തുകയും ചെയ്യും എന്ന് ഞാൻ ശങ്കിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ അവരെ ഊതിക്കളഞ്ഞ് മനുഷ്യരിൽ നിന്ന് അവരെ ഓർമ്മയില്ലാതാക്കുമായിരുന്നു. ഒരാലോചനയില്ലാത്ത ജാതി, അവർക്ക് വിവേകബുദ്ധിയില്ല. അവർ ജ്ഞാനികളായി ഇത് ഗ്രഹിച്ച് തങ്ങളുടെ ഭവിഷ്യം ചിന്തിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അവരുടെ പാര അവർ വിട്ടുകളയുകയും യഹോവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടില്ലാത്ത ഒരുവൻ 1000 പേരെ പിന്തുടരുന്നതും 20 10,000 പേരെ ഓടിക്കുന്നതും എങ്ങനെ? അവരുടെ പാര നമ്മുടെ പാര പോലെയല്ല, നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ. അവരുടെ മുന്തിരിവള്ളി സ്വതം വെള്ളിയിൽ നിന്നും ഗോമര നിലങ്ങളിൽ നിന്നും ഉള്ളത്. അവരുടെ മുന്തിരിപ്പെടുന്ന 5 മുന്തിരിക്കുല കയ്പുമാകുന്നു. അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിൽ വിഷവും മൂർഖൻ്റെ കാളവിടവുമാകുന്നു. ഇതിൻ്റെ അടുക്കൽ സംഭവിച്ചും എൻ്റെ ഭണ്ഡാരത്തിൽ മുദ്രയിട്ടും ഇരിക്കുന്നുവല്ലോ. അവരുടെ കാൽ വഴുതും കാലത്തേക്ക് പ്രതികാരവും പ്രതികൂലവും എൻ്റെ പക്കലുണ്ട്.
അവരുടെ അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു. അവർക്ക് ഭവിപ്പാനുള്ളത് ബന്ധപ്പെടുന്നു. യഹോവ ജനത്തെ ന്യായം വിധിക്കും. അവരുടെ ബലം ക്ഷയിച്ചു പോയി. ബദ്ധനും സ്വതന്ത്രനും ഇല്ലാതായി കണ്ടിട്ട് സ്വദാസന്മാരെ കുറിച്ച് അനുഭവിക്കും. അവരുടെ ബലികളുടെ മേധസ് തിന്നുകയും പാനീയബലിയുടെ വീഞ്ഞു കുടിക്കുകയും ചെയ്ത ദേവന്മാരും അവർ ആശ്രയിച്ച പാറയും ഇവിടെയെന്ന് അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിച്ച് നിങ്ങൾക്ക് ശരണമായിരിക്കട്ടെ എന്ന് അരുളി ചെയ്യും. ഞാൻ മാത്രമേ ഉള്ളൂ, ഞങ്ങളല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവീൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. കയ്യിൽ നിന്ന് പിടിക്കുന്നവനില്ല. ഞാൻ ആകാശത്തേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നത് നിത്യനായിരിക്കുന്ന എന്നാണ്. എൻ്റെ മിന്നലാം വാൾ എൻ്റെ മൂർച്ചയാക്കി. എൻ്റെ കൈ ന്യായവിധിയിൽ തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളിൽ പ്രതികാരം നടത്തും. നിർദ്ദേശിക്കുന്നവർക്ക് പകരം വീട്ടും. ഹതന്മാരുടെയും ബദ്ധന്മാരുടെയും രക്തത്താലും ശത്രു നായകന്മാരുടെ ശിരസിൽ നിന്ന് വിളിക്കുന്നതിനാലും ഞാൻ എൻ്റെ അസ്ത്രങ്ങൾ ലഹരിപ്പിക്കും. എൻ്റെ വാൾ മാംസം തിന്നുകയും ചെയ്യും. ജാതികളെ അവരുടെ ജനത്തോടുകൂടെ ഉല്ലസിപ്പീൻ. അവൻ സ്വദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും. ശത്രുക്കളോട് അവൻ പകരം വീട്ടും. പ്രദേശത്തിന് ജനത്തിനും പാപപരിഹാരം വരുത്തും. അനന്തരം മോശയും നിന്റെ മനായ യോശുവും വന്ന് ഈ പാട്ടിൻ്റെ വചനങ്ങളൊക്കെയും ജനത്തെ ചൊല്ലിക്കൽപ്പിച്ചു. മോശ സകല വചനങ്ങളും എല്ലാം ഇസ്രായേലിനോടും സംസാരിച്ചിരുന്നപ്പോൾ അവരോട് പറഞ്ഞത്, ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാനിത് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവീൻ. നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ജോർദാൻ കടന്നു നിൽക്കുന്ന ദേശത്ത് നിങ്ങൾ ഇതിനാൽ ദീർഘായുസ്സുണ്ടാകും. അങ്ങനെ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ യെരിഹോവിനെതിരെ മോവാബ് ഈ അഭാരി പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി ഞാൻ ഇസ്രായേലിന് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തേക്ക് നോക്കി കാണുക. സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചു നിന്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ചതിൻ്റെ പിതാക്കന്മാരോട് നീയും മരിച്ചതിൻ്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. നിങ്ങൾ സീൻമരുഭൂമിയിൽ കാദേശിലെ കലഹജലത്തെങ്കിൽ ഇസ്രായേൽ മക്കളെ മദ്യവെച്ചനോട് അകൃത്യം ചെയ്തുകൊണ്ട് ഇസ്രായേൽ മക്കളെ മദ്യവെച്ച് എന്നെ ശുദ്ധീകരിക്കായകൊണ്ട് തന്നെ ഈ ദേശത്തിൻ്റെ മുമ്പിൽ കാണും. എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കുകയില്ല. ഇവിടെ ഈ അധ്യായത്തിനും കാണുന്നതായ അവരെ തലമുറകളായി ഓർത്തു പാടുവാൻ രചിച്ചതായ ഈ ഗീതത്തിൽ ദൈവം ചെയ്യുന്നതായ അത്ഭുത പ്രവർത്തനത്തെക്കുറിച്ചതായ വിവരണങ്ങളുണ്ട്. ഇവരെ വിടുവെച്ചതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരെ പരിപാലിച്ചതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവം അല്ലാതെ മറ്റന്യങ്ങളെ സേവിക്കരുതെന്നും ഞാൻ തന്നെയുള്ള ദൈവമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുസരിക്കാതെ പോകുമ്പോൾ ലഭിക്കുന്നതായ ശിക്ഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒടുവിലത്തെ ഭാഗം അദ്ദേഹത്തിനൊടുവിൽ വരുമ്പോൾ മോശ വിളിച്ച് പറയുകയാണ്, നീയെ നിബപർവ്വതത്തിന് മുകളിൽ കയറണം, അവിടെ വെച്ച് നീ മരിക്കും, നിനക്ക് ആ ദേശം കാണാം, നീ അവിടെ പ്രവേശിക്കുകയില്ല. എന്നാണ് കാരണം പറഞ്ഞത്, നീ ജനത്തിൻ്റെ മധ്യ വെച്ച് എന്നെ ശുദ്ധീകരിക്കായകൊണ്ട്. ഈ മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഭൂമിയിലെ സകല മനുഷ്യരിലും സൗമ്യനായ മനുഷ്യനെന്നൊക്കെ ഈ മോശയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒടുവിലെ ചെറിയൊരു അനുസരണക്കേടിനാലെ വാഗ്ദത്തദേശം നോക്കിക്കണ്ടു, പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നാം ചരിത്രം പഠിക്കുമ്പോൾ പക്ഷേ ഇത് നമ്മെ ഉപയോഗിച്ച് വന്നേക്കാം. നമ്മളുടെ കർത്താവ് പലരെയും വിടുവിച്ച് വന്നേക്കാം. പലരും നമ്മൾ മുഖാന്തരം വാഗ്ദത്തദേശത്തേക്ക് എത്തിയെന്ന് വന്നേക്കാം. എന്നാൽ നമ്മളെ പ്രകാരമാണ് എന്ന് ചിന്തിക്കുവാനും കുറവുകളെ മനസ്സിലാക്കുവാനും തിരുത്തുവാനും നമുക്ക് ഈ സമയങ്ങൾ വിനിയോഗിക്കാം. ക്രമേണ നമ്മളിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ ഒരു പക്ഷേ നമുക്ക് ലക്ഷ്യം കൈവരിക്കുവാൻ കഴിഞ്ഞു വരികയില്ല. വളരെ ഗൗരവത്തോടെ നാം വിഷയം കണ്ടെടുക്കുന്നു. 32-ാം അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. 32-ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എന്നുള്ളത് മോശയുടെ ഗീതം തന്നെയാണ്. ദൈവപുരുഷനായ മോശത്തിൻ്റെ ഭരണത്തിന് മുമ്പേ ഇസ്രായേൽ അനുഗ്രഹിച്ച അനുഗ്രഹമാവിത്. അവരെ അനുഗ്രഹിച്ച് പാടുകയാണ്. അവൻ പറഞ്ഞു തന്നാൽ യഹോവ സീനായിൽ നിന്ന് വന്നു, സീരിൽ നിന്ന് ഉദിച്ചു, പാരാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവൻ്റെ വല്ലങ്കയിലുണ്ടായിരുന്നു. അദ്ദേഹം ജനത്തെ സ്നേഹിക്കുന്നു. അവൻ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. അവർ തൃക്കൈൽക്കൽ ഇരുന്ന്
അവളിൽ നിന്ന് തിരുവചനങ്ങൾ പ്രാപിച്ചു. യാക്കോബിൻ്റെ സഭയ്ക്ക് അവകാശമായ മോശൻ നമുക്ക് ന്യായപ്രമാണം കൽപ്പിച്ചു തന്നു. ജനത്തിൻ്റെ തലവന്മാരും ഇസ്രായേൽ ഗോത്രങ്ങളും കൂടിയപ്പോൾ അവൻ യെശൂരിൻ്റെ രാജാവായിരുന്നു. രൂപേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവരുടെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ. യഹൂദയ്ക്കുള്ള അനുഗ്രഹമായിട്ട് അവൻ പറഞ്ഞത്, യഹോവേ, യഹൂദയുടെ അപേക്ഷ കേട്ട് സ്വജനത്തിലേക്ക് കൊണ്ടുവരണമേ. എൻ്റെ കൈകളാൽ അവൻ തനിക്കായി പോരുന്നു. ശത്രുക്കളുടെ നേരെ നീ അവന് തുണിയായിരിക്കണമേ. ലിയെക്കുറിച്ച് അവൻ പറഞ്ഞത്, നിൻ്റെ തുമ്മീമും ഉറീമും നിൻ്റെ പക്കലിരിക്കുന്നു. മസാൽ വെച്ച് പരീക്ഷിക്കുകയും കലഹജലത്തിൽ നീ പോരുകയും ചെയ്തവൻ്റെ പക്കൽ തന്നെ. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സൗരന്മാരെ അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളൊന്നും ഓർത്തതുമില്ല. വചനം പ്രമാണിച്ചു, നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. ഉണ്ടോ? വ്യക്തിബന്ധങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവഭയത്തെ ജീവിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന അവിടെ കാണാൻ കഴിയുന്നത്. അവിടെ യാക്കോബിൻ്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണം ഉപദേശിക്കും. അവൻ്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. യഹോവയെ അവരുടെ ജനത്തെ അനുഗ്രഹിക്കണമേ, അവൻ്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. അവൻ്റെ എതിരുകളെ മുന്നേ ദൂഷിക്കുന്നവരും എഴുന്നേൽക്കാതെ വണ്ണം അരകളെ തകർത്ത് കളയണമേ. ബെന്യാമിനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തലസന്നിധിയിൽ നിർഭയം വസിക്കും. താൻ അവനെല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു. അവൻ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നു. യോസേഫിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആകാശ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും കിടക്കുന്ന അഗ്നി അഗാധ ജലം കൊണ്ടും സൂര്യനാൽ ഉളവാകുന്ന വിശേഷ ഫലം കൊണ്ടും പ്രതിമാസ ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ട ഫലം കൊണ്ടും പുരാതന വ്രതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ഭൂമിയിൽ വിശേഷ വസ്തുക്കളും സമൃദ്ധിയും കൊണ്ടും അവരുടെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. മുൾപ്പടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം യോസേഫിൻ്റെ ശിരസിന്മേലും സഹോദരന്മാരിൽ പ്രഭുവായുടെ നിറയിന്മേലും വരുമാറാകട്ടെ. എൻ്റെ കടിഞ്ഞിൽ കൂറ്റൻ അവൻ്റെ പ്രതാപം, അവൻ്റെ കൊമ്പുകൾ കാട്ടുപോത്തിനും കൊമ്പുകൾ. അവയാൽ അവൻ സർജാതികളെയും ഭൂസിംഹാസനങ്ങളെയും വെട്ടി ഓടിക്കും. അവ എഫ്രൈമിൻ്റെ 10,000-ങ്ങളും മനശ്ശെയുടെ 1000-ങ്ങളും തന്നെ. സെബുലൂനെക്കുറിച്ച് പറഞ്ഞത്, സെബുലൂനെ നിൻ്റെ പ്രയാണത്തിലും സകലൻ്റെ കൂടാരങ്ങളിലും സന്തോഷിക്കുക. അവർ ജാതികളെ പർവ്വതത്തിലേക്ക് വിളിക്കും. അവർ നീതിയാഗങ്ങളെ കഴിക്കും. അവർ സമുദ്രങ്ങളുടെ സമൃദ്ധിയും മണലിലെ നിക്ഷേപങ്ങളും വലിച്ചു പിടിക്കും. ഗാദിനെക്കുറിച്ച് അവൻ പറഞ്ഞത്, ഗാദിനെ വിസ്താരമാക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഒരു സിംഹി പോലെ അവൻ പതുങ്ങിക്കിടക്കുന്നു, ഭുജവും നെറുകയും പറിച്ചു കീറുന്നു. അവൻ ആദ്യ ഭാഗം തിരഞ്ഞെടുത്തു, അവിടെ നായകൻ്റെ ഓഹരി സംഗ്രഹിച്ചിരിക്കുന്നു. അവൻ ജനത്തിൻ്റെ തലവന്മാരോടുകൂടെ യഹോവയുടെ നീതിയും ഇസ്രായേലുമായുള്ള വിധികളും നടത്തി. ദാനെക്കുറിച്ച് അവൻ പറഞ്ഞത്, ദാൻ ബാലസിംഹമാകുന്നു, അവൻ ബാഷാനിൽ നിന്ന് ചാടുന്നു. നപ്താലിയെക്കുറിച്ച് പറഞ്ഞത്, നപ്താലിയെ പ്രസാദം കൊണ്ട് നീ തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞാറും തെക്കും കൈവശമാക്കുക. ആശേരിനെക്കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ്റെ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. എൻ്റെ ഓടാമ്പലി ഇരുമ്പും താമരവുമായിരിക്കട്ടെ. എൻ്റെ ബലം ജീവോരും നിലക്കട്ടെ. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. എൻ്റെ സഹായത്തിനായി അവൻ ആകാശയുടെ എൻ്റെ മഹിമയിൽ മകാരുടനായി വരുന്നു. പുരാതനായ ദൈവം എൻ്റെ സങ്കേതം, കിഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ മുമ്പിൽ നിന്ന് നീക്കി കളഞ്ഞ് സംഹരിക്കാമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ധാന്യം വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും യാക്കോബിനെ റുതനിച്ചും വസിക്കുന്നു. ആകാശം അവനെ മഞ്ഞു പൊഴിക്കുന്നു. ഇസ്രായേലെ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ. യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിൻ്റെ സഹായത്തിനും പരിചയം നിൻ്റെ മഹിമയുടെ വാളുമാകുന്നു. ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും, നീ അവരുടെ ഉന്നതങ്ങളും മേൽ നടകൊള്ളും. ഓരോ ഗോത്രങ്ങളെയും മോശ അനുഗ്രഹിച്ച് പാടുകയാണ്. ഇവിടെ വിളിച്ച് വരുമാനത്, പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ഇവിടെവരെ നമ്മളെ മരുഭൂയാത്രയിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നേക്കാം. ഓർക്കേണ്ട കാര്യം, അതുവരൊപ്പം നിന്നവരും ഒരുമിച്ച് മുന്നോട്ട് പോയവരൊക്കെ ചിലപ്പോൾ വഴിമാറിപ്പോയിരുന്നു ആ സമയങ്ങളിൽ. കഷ്ടത ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതികൂലവും ദുരിതമൊക്കെ ഉണ്ടാകുമ്പോൾ അതുവരൊപ്പം ഉണ്ടായിരുന്നു മാറിപ്പോയി വന്നേക്കാം. പക്ഷേ പുരാതനനായ ദൈവം നമ്മുടെ സങ്കേതമാണ്. ഒരിക്കലും മാറ്റമില്ലാത്തതിനെ കൂടെ ഇരിക്കുന്നു. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. പല ഒപ്പം ഉണ്ടായിരുന്ന പല കാര്യങ്ങളും മാറിപ്പോയി വന്നേക്കാം. പക്ഷേ ശാശ്വതമായ ഇന്നേക്ക് നിൽക്കുന്ന ഒരു കരം നമുക്കുണ്ട്. നമുക്ക് അവനിൽ ആശ്രയിക്കാം, അവന് വിശ്വസിക്കാം. 28-ാം വാക്യം, ധാന്യം കുഞ്ഞുള്ള ദേശത്ത് യഹോവയെ ഇസ്രായേൽ നിർഭയം വസിക്കും. യാക്കോബിന് ഉറവ് തനിച്ച് വസിക്കും. ആകാശം അവന് മഞ്ഞു പൊഴിക്കും. ഇസ്രായേലെ നീ ഭാഗ്യവാൻ,
ഋതുലിനാർ, യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവിടുത്തെ സഹായത്തിനും പരിചയത്തിനും മഹിമയുടെ വാളും ആകുന്നു. സ്തോത്രം. ദൈവത്താൽ രക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് വീണ്ടും പറയുന്നു, അവർ നമുക്ക് ഇന്നും സഹായകരമായിരിക്കും. സഹായത്തിൻ്റെ പരിചയമായിരിക്കുന്നത് മാത്രമല്ല, മഹിമയുടെ വാളും അവൻ തന്നെയായിരിക്കും. ശത്രുക്കൾ നമ്മെ അനുസരിക്കും, നമ്മെ അവൻ നിലവിളി പറക്കും. അനുഗ്രഹവും മാന്യതയും ദൈവത്താൽ ലഭിക്കും. അവനെ പിന്നെയും പൂർണ്ണമായി അനുസരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. 34-ാം അധ്യായം വരുമ്പോൾ നമുക്കറിയാം, 34-ാം അധ്യായത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം മോശയുടെ മരണമാണ്. 1-ാം വാക്യം. അനന്തരം മോശ മോവാബ് സമഭൂമിയിൽ നിന്ന് യെരിഹോവിനെതിരെ ഉള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗാ മുകളിൽ കയറി. ഇവിടെ ദൈവം പറഞ്ഞ അനുസരിച്ചാണ് മോശ ഈ മലമുകളിലേക്ക് കയറി പോകുന്നത്. മോശ ഈ മലമുകളിലേക്ക് കയറി പോകുമ്പോൾ നമ്മൾ 32-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവമോട് നേരത്തെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്, ഈ മലമുകളിൽ കയറിയാൽ നീ മരിക്കും എന്നുള്ളത്. അപ്പോൾ 120 വയസ്സ് പ്രായമുള്ള വൃദ്ധനായ മനുഷ്യൻ ഈ സമഭൂമിയിൽ നിന്ന് ഈ മലമുകളിലേക്ക് കയറുകയാണ്. കാലാവസ്ഥയുടെ ചൂടുകളുണ്ട്, വാർദ്ധക്യത്തിൻ്റെ ക്ഷീണമുണ്ട്. കയറുന്നത് വലിയ മലയിലേക്ക് കയറുന്നത്. ആ 120 വയസ്സ് പ്രായമുള്ള വൃദ്ധനായ മനുഷ്യൻ ഈ മല കയറുമ്പോൾ നമുക്കത് അതിനടുത്തേക്ക് ചെല്ലാം. നമ്മൾ ചോദിക്കാം, മോശെ അപ്പൂപ്പ, മോശ ചാച്ച എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹം പറയും, ഞാനീ മലമുകളിലേക്ക് കയറി പോവുകയാണ്. ചാച്ച എന്താ ഇങ്ങനെ ഈ വയസ്സായ സമയത്ത് ഈ മലമുകളിലേക്ക് കയറി പോകുന്നത്? എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട് ഈ മലമുകളിൽ കയറി ചെല്ലാനായിട്ട്. ഓ, അച്ചാച്ചന് പണ്ട് മലമുകളിൽ കയറിയപ്പോൾ പ്രമാണങ്ങൾ എഴുതി തന്നതുപോലെയൊക്കെ ദൈവം എന്തെങ്കിലും എഴുതി തരാനായിരിക്കില്ലേ ഇപ്പോൾ ഈ പ്രാവശ്യം പോകുന്നത്? അല്ല കുഞ്ഞുങ്ങളെ, പിന്നെ എന്തിനാ ഈ മലമുകളിൽ കയറി ചെല്ലുമ്പോൾ മരിക്കും? യോ, അത് അറിഞ്ഞുകൊണ്ട് എന്തിനാ മലമുകളിൽ കയറി പോകുന്നത്? എൻ്റെ ദൈവം എന്നോട് അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെ അനുസരിക്കാതിരിക്കാൻ കഴിയുകയില്ല. വൃദ്ധനായ മനുഷ്യൻ ആ മലമുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നാൽ എന്താണ് സംഭവിക്കുന്നത് തനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എങ്കിലും ദൈവത്തെ അനുസരിപ്പാൻ മനസ്സ് കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മോശയെക്കുറിച്ച് ഇപ്പോൾ അവൻ്റെ അനുസരണക്കേടിനെക്കുറിച്ചോ അവൻ്റെ ദേഷ്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാലും അവസാന നിമിഷം വരെയും ദൈവത്തെ അനുസരിപ്പാൻ കാണിച്ചതായ ഒരു മനോഭാവമുണ്ട്. ആ മല കയറി ചെന്നാൽ അനുഗ്രഹങ്ങളോ ഉയർച്ചകളോ വാഗ്ദത്തങ്ങളോ ഒന്നും ലഭിക്കില്ല. ആ മല കയറി ചെന്നാൽ ആ മലയിൽ വെച്ച് താൻ അവസാനിക്കാനുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. എങ്കിലും ഉടയവൻ പറഞ്ഞ വാക്കനുസരിച്ച് ആ വൃദ്ധനായ മനുഷ്യൻ ആ മലമുകളിൽ കയറി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ വില കൊടുക്കേണ്ടതായിരിക്കാം. എങ്കിലും അവൻ പറഞ്ഞ വാക്കനുസരിച്ചുകൊണ്ട് നഷ്ടമാണെങ്കിലും കഷ്ടമാണെങ്കിലും ദൈവത്തെ അനുസരിപ്പാനായിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുമെന്ന് പറയുവാൻ എത്രയോ തയ്യാറാക്കും.
കർത്താവേ വിലയുന്ന അഭിഷിക്തന്മാരുടെയും വീണ്ടും പറയാം, ചില കാര്യങ്ങൾ മറ്റാരോടും ആവശ്യപ്പെടാതെ അത് നിന്നോട് ആവശ്യപ്പെടുമ്പോൾ ഇതുപോലെ മല കയറുവാൻ വില കൊടുക്കേണ്ടി വന്നാലും വിട്ടുമാറാതെ കൽപ്പന അനുസരിപ്പാളൊരു മനസ്സ് നമുക്കുള്ള സാധനം ചിന്തിക്കാം. 120 വയസ്സ് പ്രായമുള്ള വന്യവയോധികനായ വൃദ്ധൻ ആ മലമുകളിൽ കയറി പോവുകയാണ്. അവനറിയാം അവനോട് ചെന്ന് മരിക്കുന്നവനറിയാം. പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് അവനനുസരിപ്പാൻ സമർപ്പിക്കുകയായിരുന്നു. എത്രയോ പ്രാവശ്യം ദൈവം നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടും അത് വില കൊടുക്കേണ്ടി വരുമെന്നോ ഉപദ്രവം സഹിക്കേണ്ടി വരുമെന്നോ നിന്ന് സഹിക്കേണ്ടി വരുമെന്നൊക്കെ ചിന്തിച്ചിട്ട് നാം ആ ദർശനങ്ങൾ ഏറ്റെടുക്കാതെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചൊന്നും തുടരുകയല്ലേ. 2 or 3 പേരുടെ വാമൊഴിയിൽ ഏത് കാര്യം ഉറപ്പാക്കാമെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാർ പല നിലകളിൽ ഇതിനോട് സംസാരിച്ചിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധമായ വ്യത്യസ്ത നിലകളിൽ സംസാരിച്ചിട്ടും വ്യത്യസ്ത അടയാളങ്ങളോട് സംസാരിച്ചിട്ടും ഇപ്പോഴും ദൈവത്തിന് അതിനെ മനസ്സിലാക്കാതെ മാറി നിൽക്കുകയല്ലേ. ദൈവശബ്ദത്തിന് ചെവി കൊടുക്കാതെ മാറി നിൽക്കുകയല്ലേ. ദൈവവ്യവസ്ഥയിലേക്ക് പ്രമാണങ്ങളിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ഒന്നിനെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ആ മലമുകളിലേക്ക് കയറി പോകുന്നു. മരണമാണ് സംഭവിക്കുന്നത് അറിഞ്ഞിട്ടും ആ മല കയറുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നത്. ഇവിടെ വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും നമ്മെ രക്ഷിപ്പാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വരുവാനിടയായിത്തീർന്നു. കുരിശുമരണം വഹിപ്പാനിടയായിത്തീർന്നു. വിശ്വസിച്ച് ആത്മരക്ഷരായി പങ്കെടുത്ത് നമുക്ക് അവസരം ഒരുക്കി തന്നിരിക്കുകയാണ്. ആ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദോഷമോ കഷ്ടമോ ഉപദ്രവങ്ങളോ നിന്നയോ പരിഹാസകൾക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറുന്നവരായിട്ടാണോ നിൽക്കുന്നതെയോ എന്തുവില കൊടുത്താണെങ്കിലും കർത്താവിൻ്റെ വാക്കനുസരിക്കുന്ന ചിന്തയോട് പിന്നോട്ട് പോകാൻ കഴിയുന്നത് നമുക്ക് ശാന്തമായി ചിന്തിക്കാം. ഈ ആവർത്തന പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഒരു പുതിയ തീരുമാനത്തോടെ ഒരു പുതിയ സമർപ്പണത്തോടെ ആയിരിക്കാനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. യഹോവ ദാൻ വരെ ഗലിയാദേശമൊക്കെയും നഫ്താലി എഫ്രൈമിൻ്റെയും മനശ്ശയുടെയും ദേശം, പടിഞ്ഞാറേ കടൽ വരെ യഹൂദദേശമൊക്കെയും തെക്കദേശവും ഹിന്ദുനഗരമായ യെരിഹോവിൻ്റെ താഴ്വീതി മുതൽ സുവാർ വരെയുള്ള സമഭൂമി അവനെ കാണിച്ചു. അബ്രാഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോടും നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ, അത് നിന്റെ കടലിന് കാണിച്ചൊന്നു, നീ അവിടെ കടന്നു പോവുകയില്ല, നീ അവനെ കൽപ്പിച്ചു. നീയുടെ ദാസനെ മോശ വചന പ്രകാരം മോഹോപദേശിച്ചു മരിച്ചു. അവനെ മോഹോപദേശത്ത് വിവേകനെതിരെയുള്ള താഴ്വരയിൽ അടക്കിയെങ്കിലും ഇവരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. പ്രിയപ്പെട്ടവരെ, 120 വയസ്സുള്ള വൃദ്ധനായ മനുഷ്യൻ ദൈവം പറഞ്ഞനുസരിക്കാനായിട്ട് മല കയറി ചെന്നു. അടുത്ത സംഭവിക്കുന്നത് അറിയാമായിരുന്നു. പക്ഷേ വൃദ്ധനായ മനുഷ്യൻ അവസാന നിമിഷത്തോളം ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് ലോകത്തിൽ ആർക്കും ലഭിക്കാത്ത ഒരു സംസ്കാര ശുശ്രൂഷ ലഭിച്ചെന്നുള്ളതാണ്. ഇവിടെ ബിഷപ്പോ ആർച്ച് ബിഷപ്പോ സെൻട്രൽ വാർഷോ ജനറൽ സൂപ്രണ്ടോ കേരള പ്രസിഡന്റോ വന്ന് ചിലപ്പോൾ അടക്കുമായിരിക്കും. എന്നാലേതാ ഇവിടെ ദൈവം തന്നെ അടക്കം ചെയ്യുകയാണ്. അനുസരണയോടെ സംഭവിച്ചിട്ട് തന്നെയും അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ അനേകാര്യം ചെയ്ത ഭക്തനെ മരിപ്പാനായി മല കയറി ചെന്നപ്പോൾ അവനെ പ്രാണനെടുത്തിട്ട്
മൃതശരീരം അവിടെ ഇട്ടിട്ട് ദൈവം പോയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിലെ കരുതൽ, നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രമുണ്ട്. ഇതാ മരിക്കുമെന്നറിഞ്ഞിട്ടും തൻ്റെ വാക്കനുസരിച്ച് ആ മല കയറി വന്നവനെ, അവൻ്റെ മൃതശരീരം കുറുനരികൾ കടിച്ചു വലിക്കുവാൻ ഇടവരാതെ വണ്ണം ദൈവം അവനെ ഭദ്രമായ സ്ഥലത്ത് അടക്കം ജീവനടിയായിത്തീർന്നു. ദൈവം നേരിട്ട് നടത്തിയതായ ഒരേ ഒരു സംസ്കാരം ഇതായിരിക്കും. തൻ്റെ പുത്രൻ ലോകത്തേക്ക് വന്നു, നരവെള്ളത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാനിടയായിത്തീർന്നെങ്കിലും ആ സംസ്കാരത്തിന് ശിഷ്യന്മാരും പാടിയാളികളൊക്കെ സാക്ഷ്യം വഹിച്ചു എന്നല്ലാതെ സ്വർഗമിറങ്ങി വന്നില്ല. തൻ്റെ വാക്കനുസരിച്ച മോശയ്ക്ക് വേണ്ടി തമ്പുരാൻ ചെയ്യാനിടയായിത്തീർന്നു. 120 വയസ്സുള്ള മനുഷ്യനെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്: അവൻ്റെ കണ്ണ് മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യത്തിൽ നമ്മെ പരിപാലിക്കുന്ന ദൈവമുണ്ട്. അവന് വേണ്ടി നിലകൊള്ളുന്നെങ്കിൽ നമ്മെ ബലപ്പെടുത്തുവാനിടയായിത്തീരും, ഒന്ന് അനുഗ്രഹിപ്പാനിടയായിത്തീരും, ഒന്നുമേ വഴിയെടുത്തുവാനിടയായിത്തീരും. വിശ്വസ്തനായ ദൈവമാണ്. തലമുറയായി നമ്മൾ സങ്കേതമാണ്. ഏത് സമയത്തും അവനിൽ ആശ്രയിക്കുവാൻ, ഏത് സമയത്തും അവനെ വിളിച്ചപേക്ഷിക്കുവാൻ, അവനെ വിശ്വസിക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം, വചനങ്ങളെ അനുസരിക്കാം. വില കൊടുക്കേണ്ട ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ടാലും മറുതലിക്കാതെ ജീവിതത്തെ സഹായിക്കുമാറാകട്ടെ. ഇസ്രായേൽ മക്കൾ മോശയെക്കുറിച്ച് മോവാബ് സമഭൂമിയിൽ 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മോശയെക്കുറിച്ച് കരഞ്ഞു വിലപിക്കുന്ന കാലം തികഞ്ഞു. നൂൻ്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നതുകൊണ്ട് ജ്ഞാനാത്മപൂർണനായി തീർന്നു. യഹോവ മോശയെ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. നല്ല മിസ്രൈം ദേശത്ത് ഫറവോനോടും സ്ഥലഭൃത്യന്മാരോടും അവരുടെ സർവ്വദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ചയച്ച സകല അത്ഭുതങ്ങളും ഭുജവീര്യവും എല്ലാ ഇസ്രായേലും കാണുക മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെ വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിന് പിന്നെ ഉണ്ടായിട്ടില്ല. കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ച ആ പ്രവാചകനെ പോലെ പിന്നൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല എന്ന് ദൈവത്തിന് അതിനോട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഓരോ തലമുറയിലും ദൈവം ദൗത്യ നിർവഹണത്തിനായിട്ട് ചിലർ തിരഞ്ഞെടുക്കുന്നുണ്ട്, അവർക്ക് ചില കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ഈ തലമുറയിൽ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്, ആളുടെ സാക്ഷ്യം വഹിപ്പാൻ. ആ ദൗത്യത്തിന് ഏൽപ്പിച്ചിരിക്കുമ്പോൾ നീ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശം വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനെ ഏൽപ്പിച്ചു കൊടുക്കുക. പക്ഷത്തിൻ്റെ സൈഡിൽ ഉത്തരവാദിത്തങ്ങളുണ്ടാകാം, പ്രാരാബ്ദങ്ങളുണ്ടാകാം, കഷ്ടതയും പ്രയാസവും എല്ലാം ഉണ്ടാകാം. പക്ഷെ അവൻ പറഞ്ഞ വാക്കടിച്ച് കൊടുക്കുവാനായിട്ട് അതിന് സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് അനുഗ്രഹങ്ങൾ പ്രായപ്പെടേണ്ടിയായിത്തീരും. ഈ തലമുറ നിന്നെ ഉപയോഗിപ്പാനിടയായിത്തീരും. നമ്മുടെ കഴിവുകൾ നോക്കാതെ, നമ്മുടെ വിദ്യാഭ്യാസം നോക്കാതെ, നമ്മുടെ തലവട്ട് നോക്കാതെ, നമ്മുടെ പരാജയങ്ങൾ നോക്കാതെ നമ്മെ ഉപയോഗിപ്പാൻ ശക്തമായ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവേ തലമുറയെ ഉപയോഗിക്കണം. ദൈവത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ തന്ന ശിക്ഷനായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ സ്ഥലം ബലമേൽപ്പിക്കുകയാണ്. നിന്നെ അനുസരിക്കേണ്ടതുപോലെ അനുസരിപ്പാനായിട്ട്, എന്നെ സേവിക്കണമെങ്കിൽ സേവിപ്പാനായിട്ട് കൃപകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ തലമുറ ഞങ്ങൾ ഉപയോഗിക്കണമേ. ഞങ്ങൾ അന്ധകാരത്തിലായിരുന്നു, നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ സൽഗുണങ്ങളെ ആഘോഷിപ്പാളെ കൃപ ഞങ്ങളെ വിളിച്ചൊരിയപ്പെടുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏൽപ്പിക്കുന്ന ഏതൊരു ദൗത്യവും വിശ്വസ്തയോടുകൂടി ചെയ്യുവാനുള്ള കൃപ നൽകണമേ. അതിൻ്റെ പുറകിൽ സംഭവിക്കാവുന്ന നഷ്ടങ്ങളെ ഓർത്തുകൊണ്ടോ കഷ്ടങ്ങളെ ഓർത്തുകൊണ്ടോ ഞങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരായിട്ടല്ലേ കർത്താവേ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്നോട് കൃപ നൽകുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വരുന്ന നാളിൽ നല്ലവനും വിശ്വസ്തദാസനെ വിളിവെക്കുവാനായി കർത്താവിനെ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യുവാൻ കൃപ നൽകണമേ. ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുന്നവരായിട്ടല്ല കർത്താവേ, അനുസരിച്ച് കൃപ നൽകപ്പെടുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞാൻ ചിലരുടെ ജീവിതത്തിൽ വിവിധ തീരുമാനത്തിനും സമർപ്പണത്തിനും കാരണം നമുക്ക് തരുന്ന വലിയ കൃപയ്ക്കായി നിന്റെ സ്തുതി കർത്താവേ. ഇനിയും അവർ അവഗണിച്ചു പോയി ശിക്ഷാധികാരമത്തിലേപ്പാൻ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ നാമത്തെ പിന്നെ മുഖത്ത് പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമം തന്നെ. ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം ശ്രമിച്ചതിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ താമസം നമുക്ക് അടുത്ത സെക്ഷനിൽ ഒരു പുതിയ വിഷയം പഠിക്കാം. അതിനും കർത്താവ് നമ്മെ സൂക്ഷിപ്പാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സഹകരണത്തിന് നിങ്ങളുടെ പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.